വേറെ ഞങ്ങളെക്കാളും പാവപ്പെട്ടവരെ ഞങ്ങൾക്കുള്ളവര് ആരെങ്കിലും സഹായിക്കണം. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം. അസ്സലാമലൈക്കും. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ്. ഞാനിപ്പോ ഉള്ളത് തൃശൂർ ജില്ലയില് തലപ്പള്ളി താലൂക്കില് പഴയന്നൂർ പഞ്ചായത്തിലെ കുന്നമ്പള്ളി എന്ന പ്രദേശത്ത് സക്കരയെയും സക്കരയുടെ കുടുംബത്തെയും കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സക്കരയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സക്കരയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. സക്കറിയ ഒരു നമ്മളെപ്പോലെയൊക്കെ ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം 8-9 മാസം സൗദിയിലായിരുന്നു, അൽജോഫില്. അവിടുന്ന് ഡിസ്ക് പ്രോബ്ലം കാരണം നാട്ടിൽ വരികയും അക്കൗണ്ടന്റ് ആയിരുന്നു അവിടെ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു അല്ലെ, അവിടെ അക്കൗണ്ടന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് VM സ്റ്റോർ എന്ന് പറഞ്ഞ അങ്ങനെ ഡിസ്കിന്റെ പ്രോബ്ലം ഒക്കെ മാറിക്കഴിഞ്ഞപ്പോ VM സ്റ്റോർ എന്ന് പറഞ്ഞ ചേലക്കരയില് ഒരു സ്റ്റോറിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം വരികയും അങ്ങനെ 2 കിഡ്നിയും തകരാറിലാകുകയും അങ്ങനെ സ്വന്തം താമസിക്കുന്ന വീടടക്കം പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. സ്നേഹമതിയായ ഭാര്യ അദ്ദേഹത്തിന് കിഡ്നി കൊടുത്തു. കിഡ്നി കൊടുത്ത് ഇപ്പൊ പറയുന്നത് അള്ളാഹു വീണ്ടും ഇദ്ദേഹത്തിനെ പരീക്ഷിച്ചിരിക്കുകയാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി തകരാറിലാകുകയും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവര്. ഇപ്പൊ ഇവർക്ക് കിഡ്നി കൊടുക്കാനും ആരുമില്ല. കാരണം ഭാര്യയ്ക്ക് ഓൾറെഡി ഉള്ളൊരു കിഡ്നി ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി കിഡ്നി ഡോണറും ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും എല്ലാം കൂടിയിട്ട് ഒരു നല്ല എമൗണ്ട്, ഏകദേശം ഒരു 20 ലക്ഷം 25 ലക്ഷം രൂപയുടെ അടുത്ത് ഇവർക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യം വരും. അതായത് കിഡ്നി ഡോണറിന്റെ അടുത്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. 3 പിഞ്ചു കുട്ടികളാണ്. 3 മാസം പ്രായമായിട്ടുള്ള ഒരു കുട്ടിയാണ് കയ്യിലിരിക്കുന്നത്. ബാക്കി കാര്യം ഈ താത്ത തന്നെ പറയും. ഭർത്താവിന് 3 വർഷം മുന്നെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഞാൻ തന്നെയാണ് കൊടുത്തതൊക്കെ. അങ്ങനെ ഉണ്ടാവും വിചാരിച്ചിട്ടില്ല. എനിക്കും ഇടക്കിടക്ക് ശ്വാസം മുട്ട് വരും. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മാറും. അപ്പോ എന്താ പറയാ, കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇതൊരു കുടുംബത്തിന്റെ ഒരു വല്ലാത്ത കഷ്ടതയാണ്. ഏത് രീതിയിലാണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല. കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം 2 വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ തകരാറ് വരാൻ തന്നെ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏകദേശം മാസം 20,000 രൂപയോളം മെഡിസിന് വേണ്ടിയിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മെഡിസിൻ കുറച്ച് സ്കിപ്പ് ആവുകയും ചെയ്തു. അങ്ങനെ മെഡിസിനൊക്കെ തടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടത്. സ്വന്തമായി ജോലി എടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. വളരെ ജെന്യൂനാണ്, അർഹതപ്പെട്ടുള്ള കുടിയാണ്. നിങ്ങൾ കൊടുക്കുന്ന 1 രൂപ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ എന്തായാലും അത് തൂക്കപ്പെടും. അതിനുള്ള ഒരു വലിയൊരു ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. മാക്സിമം നിങ്ങൾ ഇവരെ സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.